നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികാരത്തിൽ നിന്നിറങ്ങാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ പിണറായി സർക്കാരിന് ബാക്കിയുള്ളൂ. ആ സമയം കൊണ്ട് പരമാവധി CPM, SFI, DYFIക്കാരെ പിൻവാതിൽ നിയമനം നടത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് CPM. എല്ലാ മേഖലകളിലും ഈ പിൻവാതിൽ നിയമനം തകൃതിയായി നടക്കുകയാണ്. കോളേജുകളിലും സർവകലാശാലകളിലും അതുപോലെ തന്നെ മറ്റ് സർക്കാർ ഓഫീസുകളിലും എല്ലാം കോർപ്പറേഷനുകളിൽ ഉൾപ്പെടെ തകൃതിയായി ഈ നിയമനം നടക്കുന്നുണ്ട്. ഇതൊന്നും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് പരമ കഷ്ടമായ കാര്യം. അർഹതപ്പെട്ടവർ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരെ ഇതിലേക്കെല്ലാം തിരികെ കയറ്റുന്നത്. ഇപ്പോൾ വലിയ ഒരു പിൻവാതിൽ നിയമനത്തിന്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഫിഷറീസ് സർവകലാശാലയിലെ ഇടത് വിദ്യാർത്ഥി നേതാക്കൾക്ക് വകുപ്പിലെ ഗസറ്റഡ് തസ്തികയിൽ കൂട്ടത്തോടെ നിയമനം നൽകിയിരിക്കുന്നു. മറ്റ് സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെ തഴഞ്ഞുകൊണ്ടുള്ള കൂട്ട നിയമനം സംബന്ധിച്ച ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഫിഷറീസ് ഡയറക്ടർക്ക് സ്ഥലം മാറ്റം. അതായത് കമ്മികളുടെ ഈ ഒരു നടപടി ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് ഫിഷറീസ് ഡയറക്ടർ നൽകിയ കത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പൂഴ്ത്തി. നിയമനങ്ങളിൽ നടന്നത് വ്യാപക ക്രമക്കേടാണ് എന്ന ആരോപണം ശക്തമാകുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കൾക്ക് മുൻപ് PSCയുടെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ ഉയർന്ന റാങ്ക് കിട്ടിയതിന് സമാനമായ ക്രമക്കേട് ഫിഷറീസ് സർവകലാശാലയിൽ നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം ഉയരുന്നത്. ഫിഷറീസ് വകുപ്പിലെ ഗസറ്റഡ് തസ്തികയായ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായി നിയമനം ലഭിച്ച 42 പേരിൽ 38 പേരും ഫിഷറീസ് സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ ഉടൻ ആദ്യമായി PSC പരീക്ഷ എഴുതിയവരായിരുന്നു. ഉയർന്ന റാങ്ക് നേടി നിയമനം ലഭിച്ചവരിൽ SFI യൂണിയൻ ചെയർമാൻ, സെക്രട്ടറി, യൂണിവേഴ്സിറ്റി കൗൺസിലർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് സംശയത്തിന് ഇട നൽകിയിരിക്കുന്നത്. 7000-ഓളം പേരാണ് അപേക്ഷകരായി ഉണ്ടായിരുന്നത്. സുവോളജി, അക്വാട്ടിക് ബയോളജി, മറൈൻ ബയോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമോ BFSC ബിരുദമോ ആണ് യോഗ്യത. OMR പരീക്ഷയും ഇന്റർവ്യൂവും കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ച 110 പേരുടെ റാങ്ക് പട്ടികയിൽ 42 പേർക്കാണ് ഇതിനകം നിയമനം ലഭിച്ചത്. കേരള, കാലിക്കറ്റ്, MG, കുസാറ്റ് തുടങ്ങിയ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ അപേക്ഷകർ ആയിരുന്നുവെങ്കിലും നിയമനം ലഭിച്ച 38 പേർ കുഫോസിൽ നിന്നും അടുത്തിടെ പഠനം പൂർത്തിയാക്കിയവരാണ്. റാങ്ക് പട്ടികയിൽ ഇടം നേടിയ 110 പേരിൽ 93 പേരും കുഫോസിലെ വിദ്യാർത്ഥികളാണ്. കുഫോസിലെ മുൻ രജിസ്ട്രാർ, നിലവിലെ രജിസ്ട്രാർ, കേരള സർവകലാശാലയിലെ CPM അധ്യാപക സംഘടനാ സെക്രട്ടറി കൂടിയായ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നിവരായിരുന്നു ഇന്റർവ്യൂ ബോർഡിലെ അംഗങ്ങൾ. എഴുത്തു പരീക്ഷയിൽ കുഫോസിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം കൂടുതൽ മാർക്ക് ലഭിക്കുകയും റാങ്കിൽ മുന്നിലെത്തുകയും ചെയ്തതോടെ ആരോപണങ്ങൾക്ക് തുടക്കമാകുകയായിരുന്നു. ചോദ്യപേപ്പർ തയ്യാറാക്കിയത് കുഫോസിലെ തന്നെ അധ്യാപകരായിരുന്നു. കുഫോസിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളായ ഫിഷറീസ് വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരും സർവകലാശാല അധ്യാപകരും എഴുത്തു പരീക്ഷയ്ക്ക് മുൻപ് തന്നെ ഉത്തരങ്ങൾ എഴുതാനുള്ള പ്രത്യേക പരിശീലനം നൽകിയതായുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും പ്രചരിച്ചിരുന്നു. മറ്റ് സർവകലാശാലകളെ അപേക്ഷിച്ച് കുഫോസിലെ ബിരുദക്കാർ മാത്രമാണ് ജോലി ലഭിക്കാൻ കൂടുതൽ യോഗ്യരെന്ന പ്രചാരണം ഫിഷറീസ് വകുപ്പിലെ ഇടതനുഭാവി സംഘടനകളുടെ ഗ്രൂപ്പിൽ നടന്നിരുന്നു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ നിയമനങ്ങളിൽ ഉദ്യോഗാർത്ഥികളുടെ പരാതി വ്യാപകമായതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ട് ഫിഷറീസ് ഡയറക്ടറായിരുന്ന അദില അബ്ദുള്ള സർക്കാരിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഫിഷറീസ് വകുപ്പ് മേൽ നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അന്വേഷണം ആവശ്യപ്പെട്ട ഡയറക്ടറെ പദവിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. അന്വേഷണം സംബന്ധിച്ച ഫയൽ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ സർക്കാർ മറ്റൊരു ഡയറക്ടറെ നിയമിച്ച് വിവാദ പട്ടികയിൽ നിയമനം ലഭിച്ച എല്ലാവരുടെയും പ്രൊബേഷൻ അംഗീകരിക്കുകയും ചെയ്തു. കൃത്യമായ അട്ടിമറിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കുഫോസിലുള്ളവർക്ക് മാത്രം ജോലി കിട്ടുന്ന തരത്തിലാണ് എല്ലാ നീക്കങ്ങളും നടത്തിയത്. അത് ഈ ഒരു പ്രോസസ്സിംഗിൽ നിന്ന് തന്നെ എല്ലാവർക്കും വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലാണ് മറ്റ് സർവകലാശാലകളിലെ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ. വലിയ രീതിയിൽ ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. സർക്കാർ വലിയ അട്ടിമറി നടത്തി ഇവരുടെ ഇടതുകാർക്ക്, അന്തം കമ്മികൾക്കാണ് എല്ലായിടത്തും പ്രഥമ പരിഗണന നൽകുന്നത്. അർഹതപ്പെട്ടവരെല്ലാം പുറത്തു കിടക്കുമ്പോഴാണ് ഇതുപോലെയുള്ള അനർഹരെ തിരികെ കയറ്റി വലിയ അട്ടിമറി സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇതൊന്നും സർക്കാർ അറിയുന്നില്ല എന്നുള്ള പച്ചക്കള്ളം പറയാൻ നിൽക്കരുത്. കാരണം സർക്കാരിന്റെ ഉത്തരവോടുകൂടി തന്നെയാണ് ഇത്ര വലിയ നീക്കം നടന്നിരിക്കുന്നത്. അതായത്
ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അധ്യാപകർ ഉൾപ്പെടെ ഈ പിൻവാതിൽ നിയമനത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. വലിയ അട്ടിമറിയുടെ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വിഷയം കൃത്യമായി അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.